കുറിച്ചൊക്കെ ആലോചിക്കണം. ഒരു കൂട്ട് വേണ്ട സമയൊക്കെ ആയി. അയ്യോ, എന്റെ ആങ്ങളെ അങ്ങനെ കുറച്ച് വെച്ചേക്കുക. നോക്കണം. മൂക്കളൊലിപ്പിച്ച് നടന്ന ചെറുക്കനാ ഇപ്പൊ താടിയൊക്കെ വെച്ച് സുന്ദരനായിട്ടോ. ചേച്ചിയെ വിളിക്കാവേ. ഇത്തവണത്തെ IPL അടിപൊളിയായിരുന്നല്ലേ? പിള്ളേരല്ലേ ഇപ്പൊ കളിക്കുന്നേ? എടാ യൂത്തമാര് കുറെ ഉണ്ടായിരുന്നല്ലേ? എടാ മറ്റേ പയ്യനെ കണ്ട, അവന് 14 വയസ്സുള്ളൂ. വൈഭവനല്ലേ? എനിക്കറിയാം. നമ്മളൊക്കെ ആ പ്രായത്തില് സൈക്കിൾ ഊന്നിട്ട് കിടക്കായിരുന്നു. അല്ല, ക്രിക്കറ്റ് കളി പഠിച്ചെങ്കിലേ 10 കാശുണ്ടാക്കായിരുന്നു. അതിനെ നല്ല രീതിയിൽ കളിക്കാൻ 2 മാസം പണിയെടുത്താ പോലെ, ബാക്കി മാസമൊക്കെ വെറുതെ ഇരിക്കുകയും ചെയ്യാം. അത് ശരിയാ. ഇനി ഈ പ്രായത്തിൽ കളി പഠിക്കാന്ന് വെച്ചാ നടക്കില്ല. പോരാത്തിനാണെങ്കിൽ ആകാശിന് ജോലിയായി. ഇങ്ങനെ പോയാ പോരാ, രക്ഷപ്പെടണം. എനിക്കറിയില്ല, ഞാൻ അവിടെ സംസാരിച്ചിരിക്കായിരുന്നു. അമർന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഓടിയിരുന്ന നീ കണ്ടതല്ലേ? പോലീസിന് പരാതി കൊടുക്കാം. വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊന്നും എന്റെ മാമനോട് പറയാൻ നിൽക്കണ്ട. പിന്നെ അത് മതി എന്നെ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കാനായിട്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല. വാ വാ. ഈ ബുള്ളറ്റ് ഒക്കെ കൊണ്ടുവന്ന് ഉച്ചയായി. എങ്ങനെയുണ്ട്? ഇതിന് നല്ല മൈലേജ് ഒക്കെ ഉണ്ടോ? 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോ എന്ത് മൈലേജ്? ഇതും മൈലേജിന്റെ കാര്യത്തിൽ കണക്കാ. ഫുൾ ടൈം ഗൗരവമാണല്ലോ. ബാലമാശില്ലേ? ആ ഉണ്ട്. ഒന്ന് വിളിക്കാവോ? അച്ഛാ, അച്ഛാ. നമസ്കാരം മാഷെ. നമസ്കാരം. എന്താ കാര്യം? ഞാൻ മാഷിനൊന്ന് കാണാമെന്നതാ. ദാ ബൈക്കില്ലേ മാഷിന്റെ മോന്റെ. ആണോ? അവൻ അതിൽ കയറി കറങ്ങുന്നൊക്കെ കാണാം. എന്തായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. എന്നാലേ അത് അരവിന്ദൻ വാങ്ങിയതാ. ഞാനാ ഫിനാൻസ് കൊടുത്തേ. മാഷിന്റെ മോനായിട്ട് മാത്രമാ ഒന്നും നോക്കാൻ ഞാൻ പൈസ എടുത്തു കൊടുത്തേ. എന്നിട്ട് ഞാനിപ്പോ കെണിയിലായി. മുതലും ഇല്ല, പലിശയില്ല. മാത്രമല്ല വണ്ടി എടുക്കാൻ പോയ എന്റെ പിള്ളേരെ അവനും ഒരു പെണ്ണും ചേർന്ന് അടിച്ചോടിച്ചു. മാഷ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അരവിന്ദ, അരവിന്ദ, വാ. നീ ഇവർക്ക് കാശ് കൊടുക്കാനുണ്ടോ? നീ ഇവർക്ക് കാശ് കൊടുക്കാനുണ്ടോന്ന്? എടാ നിന്നോടാ ചോദിച്ചത്.
നീ ഇവരുടെ ഫിനാൻസിലാണോ ബൈക്ക് വാങ്ങിച്ചതെന്ന്. ആ ഓ അതെങ്കിലും സമ്മതിച്ചല്ലോ. കാശും കൊടുത്ത് തല്ലും പേടിക്കേണ്ട അവസ്ഥയിലായല്ലോ ഞങ്ങള്. ദേ നോക്കി മാഷെ, എന്റെ പിള്ളാരെ ഇവൻ തല്ലിയത്. സത്യം പറഞ്ഞാ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക വേണ്ടത്. പിന്നെ പോലീസ് CC പിടുത്തമാണല്ലോ അവരുടെ ജോലി. ഇവിടെ എങ്ങാനും നിന്ന് പോലീസിനെ വിളിച്ചാലുണ്ടല്ലോ വന്ന പോലെ തിരിച്ചു പോവില്ലേ? ആ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ആ തിരിച്ച് മേടിക്കാനും എനിക്കറിയാം മാഷെ. ഒന്നെങ്കിൽ എനിക്ക് എന്നെ മുഴുവൻ കാശ് കിട്ടണം, അല്ലെങ്കിൽ വണ്ടി. എന്നാ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ആഹാ പിന്നെ ആ കൊറേ കൊണ്ടുപോവും. ബൈക്കിലെങ്ങാനും ആരെങ്കിലും കൈവച്ചോണ്ടല്ലോ. ആ ഇതെന്താ മാഷെ, മാഷിന്റെ ഭാര്യയോട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. മര്യാദ കേടി ഇങ്ങോട്ട് കാണിച്ചാ തിരിച്ചു അത് തന്നെ കിട്ടും. അടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പ കൊണ്ടുവന്നങ്ങ് അടയ്ക്കും. അതിന് ഇമ്മാതിരി ഷോയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ? അമ്മ ആരും എന്നെ സഹായിക്കണമെന്നില്ല. എനിക്കറിയാം എങ്ങനെ അടയ്ക്കണമെന്ന്. ഞാൻ തിരിച്ചെടുത്തോളാം അത്. എടാ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൊന്നും വേണ്ട. എന്റെ ഒരു മാലയോ 1 2 വളയോ എങ്ങാനും കൊണ്ടു ചെന്ന് പണയം വെച്ച് എത്രയാന്ന് വെച്ച് അവരുടെ മുഖത്തെറിഞ്ഞു കൊടുക്കേ. അങ്ങനെ എറിഞ്ഞു കളയാനേ, നിന്റെ ഈ സ്വർണ്ണമൊക്കെ ഞാൻ അധ്വാനിച്ച് വാങ്ങിച്ചതാ. ആരുടെ ഒന്നും വേണ്ട. ഡോ വണ്ടി എടുത്തു നോക്കോ. ഇതാക്കി. ശരി മാഷെ. വണ്ടി എടുത്തിട്ട് വാ. അതെ, പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ എന്റെ കൊച്ചിനെ നാണം കെടുത്തുന്നുണ്ട്. ഓർത്തു വെച്ചോ, അവനും നല്ലൊരു കാലം വരും. അന്നീ കാണിച്ചതൊക്കെ തിരിച്ചങ്ങോട്ട് കറങ്ങും. അല്ലെങ്കിൽ ഈ ഹേമ കറക്കും. കൊല്ലത്തിന് വടക്കോട്ടെ 10-12 ജില്ലകളുണ്ടെന്ന് അയാളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. കാസർഗോഡൊക്കെ ഒരുപാട് കാസുകാരൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ ശരി, ഞാൻ വിളിക്കാം. സർ, അവര് വന്നിട്ടുണ്ട്. ആ വന്നോളാം പറ. വാ ഇരിക്കേട്ടാ. നമസ്കാരം സർ. നമസ്കാരം സർ. അവിടെ നിങ്ങളെ കൊണ്ടൊരു കാര്യവും സമയത്ത് നടക്കുകയില്ലെന്നാണല്ലോ കേട്ടത്. അല്ല സർ, എല്ലാം ക്ലിയർ ആണ്. എന്നിട്ടാണോ വക്കച്ചന് ബില്ല് മാറി കൊടുക്കാത്തെ? ആ ബില്ല് ട്രഷറിയിൽ നിന്ന് റിജക്ട് ചെയ്താ സാറേ. അതുകൊണ്ട് ഞാൻ ഇനി ട്രഷറി പോണോ? അതൊന്ന് ചെയ്തു കൊടുക്ക് സാറേ. ഈ വക ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബലം പിടിച്ചാൽ എങ്ങനാ? ഇയാളാണോ പുതുതായിട്ട് വന്ന ആള്? ആകാശ് ബാലൻ. സാറേ, ബാലമാഷിന്റെ മോനാ. ഓ, ബാലമാഷിന്റെ മോനാണല്ലേ. മാഷിന്റെ അടിയുടെ ചൂട് ഇപ്പോഴും കയ്യെന്ന് പോയിട്ടില്ല. അച്ഛന് സുഖമല്ലേ? നേരെ വാ നേരെ പോ, അതാ മാഷിന്റെ ഒരു രീതി. മോനും അങ്ങനെ തന്നെ.